എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ വാർലോഡ് അവനാണെങ്കിൽ ആ പൈററ്റ്സ് ടീമിലെ ഒരു കൂട്ടം ആൾക്കാരെ അടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. അടി കിട്ടിയവർക്കൊന്നും തന്നെ ഇപ്പൊ ബോധമില്ല. അവരോരോരുത്തരായിട്ട് ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് വലിച്ചു നീക്കി ചില ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഉടനെ ആ പൈററ്റ്സ് പറയും, ഒരു കാരണവശാലും നമ്മൾ ഇനിയും വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് കൂടെ വേണ്ടിയാണ് ആ സ്ട്രോഹാറ്റ് ടീം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഗഗ്ഗോമുറിയായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഷാഡോ അത് തിരികെ പിടിച്ച് തന്നത്. ഈ ഒരു വാർലോഡ് അവൻ ഗഗ്ഗോമുറിയുടെ അത്രയും പവർഫുൾ ഒന്നും അല്ല. സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ തകർത്തില്ലാതാക്കണമെന്ന് പറഞ്ഞ് അവര് വാളും കത്തിയൊക്കെ എടുത്ത് മുൻപോട്ടേക്ക് എടുത്തു ചാടുകയാണ്. അതിന് സോറോ പറയും, നോ, നിങ്ങൾ ഇതില് ഇടപെടേണ്ട ആവശ്യമില്ല. ഈ ഫൈറ്റ് അത് ഞാൻ ചെയ്യും. അവൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അതെന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കുന്നു പറഞ്ഞു സോറോ അവൻ സ്ലോ മോഷനില് ഇപ്പൊ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കും. വാർലോഡ് ചോദിക്കും, നിങ്ങൾക്കൊക്കെ ഭയങ്കര പവറാണല്ലേ? ഈ ഗഗ്ഗോമുറിയെ നിങ്ങൾ തകർത്ത് കളഞ്ഞു. ഇതിനു മുൻപും ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ഇല്ലാതാക്കി. ഒരു നേവി ഐലാൻഡ് പോലും നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ കത്തിച്ചാമ്പലാക്കിച്ചു. എനിക്കറിയാം നിങ്ങൾ ഒട്ടും നിസ്സാരക്കാരല്ലാന്ന്. അത് കേട്ടിപ്പോ നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് നാണമൊക്കെ വരും. അവര് പറയും, അതെ, ഞങ്ങൾക്ക് നല്ല പവറാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കാലുകൊണ്ട് കളമൊക്കെ വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. ലോലക്കാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. നിർത്തണടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. അവൻ നിങ്ങളെ കളിയാക്കുകയാണ്. ഈ സമയത്താണോ നിങ്ങൾ നാണം കുടുങ്ങി നിൽക്കുന്നേ? എത്രയും പെട്ടെന്ന് അവനെ തകർത്താൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകാൻ പറ്റൂ. അവളുടെ വായിന്ന് 4 കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരെല്ലാവരും പെട്ടെന്ന് തന്നെ സീരിയസ് ആവും. ഒസോപ്പ് വീണ്ടും വീണ്ടും സോറോട് പറയും, സോറോ, ദയവ് ചെയ്ത് നീ ഒറ്റയ്ക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടരുത്. നീ കരുതും പോലെ അത്ര സിമ്പിളായി അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഉടനെ സോറോ അവ ക്യാഷ്വലായിട്ട് നിൽക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ല. എന്റെ സ്കില്ല് ഉപയോഗിച്ച് ഇവനെ ഞാൻ തോൽപ്പിക്കും. അഥവാ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ സ്കില്ല് അത് അത്ര മാത്രമാണെന്ന് നിങ്ങൾ കരുതിയാ മതി എന്ന് പറഞ്ഞ് വീണ്ടും അവനിപ്പോ ആ വില്ലന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. സോറോ ആണെങ്കില് അവന്റെ ലൂസ് സ്ക്വാഡ് സ്റ്റൈല് അതുപയോഗിച്ച് ഈ പറഞ്ചം ആഞ്ഞു വെട്ടും. പക്ഷെ വില്ലൻ അവൻ ഞൊടിയിടയില് ഓരോ ഭാഗത്തേക്ക് ഇൻവിസിബിളായി വിസിബിളായി മാറി മാറിപ്പോവും. സോറ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. വില്ലനാണെങ്കില് അവന്റെ കൈ ചുരുട്ടി നിലത്തൊരൊറ്റ ഇടിയിടിക്കും. ആ ഒരു ഇടിയില് ഇപ്പൊ അത്രയും ഭാഗം കൊഴിഞ്ഞു പോവും. അതിനുശേഷം അവൻ അടുത്തായിട്ട് ഇപ്പൊ സോറോ നേരെ കൈ വീശി അടിക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് സോറ രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവും. അവൻ 2 കൈയും ഇപ്പൊ സോറയ്ക്ക് നേരെ ആഞ്ഞു വീശും. അതിലൊരു വിരല് സോറയുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും സോറ തെറിച്ചു പോയി അടിച്ചു വീഴുകയാണ്. അവൻ പതിയെ എഴുന്നേറ്റ് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ബോഡിയിൽ കൈയൊക്കെ താങ്ങി അങ്ങനെ നിൽക്കും. ഉടനെ എല്ലാവരും ഇപ്പൊ വാർലോഡ് കൈ അത് ശ്രദ്ധിച്ചു നോക്കും. കരടിയുടെ കൈ പോലെ അവന്റെ കൈക്കും ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കൈ ഉണ്ടായി? ഇതിൽ എന്തോ ഒരു സീക്രട്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ പരസ്പരം മർമറിയാണ്. സോറോ വീണ്ടും 36 ഫിനിക്സ് എന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. ഉടനെ ആ വില്ലൻ അവനവന്റെ കൈ ക്യാഷ്വലായിട്ട് ഉയർത്തി ആ പവർ അത് ആ പൈററ്റ്സിന്റെ നേർക്ക് നല്ല ഫോഴ്സില് അടുപ്പിക്കുകയാണ്. ആ പവർ താങ്ങാൻ കഴിയാതെ പൈററ്റ്സ് അവര് നാനാ ഭാഗത്തേക്ക് അച്ചറം പൊച്ചറം തെറിച്ചു വീഴും. സോറോയ്ക്കാണെങ്കിൽ അവന്റെ പവർ കറക്റ്റ് ആയിട്ട് പിടികിട്ടും. ഏത് പവറിനെ വേണമെങ്കിലും അവന് റിബൽ ചെയ്യാൻ കഴിയും. ആ വാർലാടാണെങ്കിൽ അവന്റെ കൈ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഉസോപ്പ് അവൻ ഷോക്കാവും. ഇത്രയും ഡിഫറെന്റ് ആയ വൃത്തികെട്ട ഡെവിൾ ഫ്രൂട്ട് ഒക്കെ ഈ ലോകത്തുണ്ടോ? റോബിനാണെങ്കിൽ ആ കൈ കാണുമ്പോ പൂച്ചയുടെ കൈയായിരിക്കും ഓർമ്മ വരിക. പക്ഷെ അതിന് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫ്രാങ്കി ആണെങ്കിൽ ആ കൈ കണ്ട് പൊട്ടിച്ചിരിക്കും. ആക്ച്വലി നീ പൂച്ചയാണോ അതോ വാർലാടാണോ? അതിനവൻ ഉത്തരം പറയാ അവന്റെ കൈ വെച്ചായിരിക്കും. ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് ഫ്യൂസ് പോയി തെറിച്ചു പോയി വീഴാണ്. ചോപ്പർ ആണെങ്കിൽ ഓടി വന്ന് അവന്റെ നെഞ്ചിലൊക്കെ പിടിച്ചമർത്താൻ ആരംഭിക്കും. അവന്റെ നെഞ്ചില് ആ വാർലാഡിന്റെ കൈ അത് കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. റോബിനെ അറ്റാക്ക് കാണുമ്പോൾ തന്നെ പിടികിട്ടും. അവൻ കാറ്റിനെ റിബൽ ചെയ്താണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത്. ആക്ച്വലി അവന്റെ പൂച്ച കൈക്ക് ഇത്രയും ഫോഴ്സ് ഒന്നുമില്ല. കാറ്റിന്റെ ഫോഴ്സ് കൂടെ നല്ല രീതി ഉപയോഗിച്ചാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ഉടനെ ആ കൂമ വാർലാഡ് അവൻ തന്നെ ഇപ്പൊ അവന്റെ പവറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ വിൻഡ് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. നല്ല ഫോഴ്സിൽ വിൻഡ് ലൈറ്റിന്റെ സ്പീഡില് മറ്റുള്ളവർക്ക് നേരെ ആഞ്ഞടിക്കും. അതേസമയം സോറോ അവനാണെങ്കിൽ അവന്റെ 3 സ്ക്വാഡും എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. വാർലാഡ് സിമ്പിൾ ആയിട്ട് അവന്റെ കൈ കൊണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്ത് ആ മുഴുവൻ വേവ്സും വീശി അടിപ്പിക്കും. പക്ഷെ സോറയാണെങ്കിൽ അവൻ അതിലും സ്മാർട്ടായി ഒരു അറ്റാക്കിൽ പോലും പെട്ടുപോവാതെ
ഇപ്പൊ ആ വില്ലന്റെ തൊട്ടടുത്തെത്തും. എന്നിട്ട് ആ സ്ക്വാഡ് എടുത്ത് അവനെ ആഞ്ഞു വെട്ടും. പക്ഷെ അവൻ അപ്പോഴും സോറോയുടെ അറ്റാക്ക് അതിനെ റിബൽ ചെയ്ത് സോറോയെ വീണ്ടും ദൂരത്തേക്ക് കൊണ്ടുപോകും. സോറോയുടെ കൈയൊക്കെ ഇപ്പൊ വിറയ്ക്കാനായിട്ട് തുടങ്ങും. ആ പൈററ്റ്സുകൾക്ക് മനസ്സിലാവും ഇവൻ നിസ്സാരക്കാരനല്ല, ഗഗ്ഗോമുറിയെ കഴിഞ്ഞ് കൂടുതൽ പവർ ഇവനുണ്ട്. ഉടനെ ഉസോപ്പ് അവൻ നിലവിളിച്ചു പറയും, സോറോ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെട്, അവൻ നിന്റെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അവൻ കാണും ആ വില്ലൻ അവന്റെ കൈ വെച്ച് ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ നിൽക്കാണ്. ഒസോപ്പും ചോപ്പറും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് പേടിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ സാഞ്ചി അവൻ അവിടേക്ക് എടുത്തു ചാടി റൊട്ടേറ്റ് ചെയ്ത് കാല് മടക്കി ഒരൊറ്റ ചവിട്ട്. അതൊരു അൺഎക്സ്പെക്ടഡ് മൂവ് ആയതുകൊണ്ട് തന്നെ വില്ലൻ ഇപ്പോ കൺട്രോൾ തെറ്റി താഴേക്ക് വീഴാൻ പോവാണ്. പക്ഷെ സോറോയ്ക്ക് മാത്രം സാഞ്ചി ആ ഫൈറ്റിൽ ഇടപെട്ടത് തീരെ ഇഷ്ടാവില്ല. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇത് ആക്ച്വലി എന്റെ ഫൈറ്റ് ആണ്, ഇതിൽ മറ്റാൾക്കാർ ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോഴായിരിക്കും സോറോ അവൻ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സാഞ്ചി ആണെങ്കിൽ അവൻ ചവിട്ടിയ കാല് അത് തിരുമിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ആ കാലിന് നല്ല രീതിയിൽ പെയിൻ എടുത്തു. സാഞ്ചി ഇതിനോടകം ഒരുപാട് പേരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവന്റെ കാല് വേദനിച്ച് മസാജ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച ഇപ്പൊ അവര് കാണാം. വാർലാഡ് സിമ്പിൾ ആയിട്ട് ചോദിക്കും, ഓ നീയാണല്ലേ ആ സാഞ്ചി, വെരി ഫേമസ് ദ ചീഫ് കുക്ക്. അതിന് സാഞ്ചി അവൻ തലയാട്ടും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് ഉസോപ്പ് അവനിപ്പോ ഫയർ ഡയല് അത് അവന് നേരെ അട്ടിക്കേണ്ട താമസം. അവൻ ഉസോപ്പിനെ തിരിഞ്ഞു നോക്കും, ഓ നീയാണല്ലേ ആ സ്നൈപ്പർ, നിന്റെ പവറിന്റെ എഫക്ട് അത് നീ തന്നെ ഒന്ന് തിരിച്ചറിയാൻ പറഞ്ഞ് അതേ പവർ ഇപ്പൊ ഉസോപ്പിന് നേരെ തിരികെ അടിക്കും. ആ ഒരു ഫയർ അതങ്ങനെ വന്ന് ഉസോപ്പിന്റെ ബോഡിയിൽ വീണ് അവൻ കത്തിക്കരിഞ്ഞു നിൽക്കും. ഇവിടെ സാഞ്ചി സോറയ്ക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും നിലത്തിരിക്കുകയാണ്. വില്ലൻ വീണ്ടും അവർ ലക്ഷ്യമാക്കി അവരുടെ അടുത്തേക്ക് നടന്നെടുക്കും. കൂമയുടെ കണ്ണുകള് അതങ്ങനെ വെട്ടിത്തിളങ്ങാണ്. അവന്റെ നോട്ടവും പാവവും ഒക്കെ കണ്ട് അവർക്ക് അവനോട് ഫൈറ്റ് ചെയ്യണോ അതോ തിരികെ ഓടണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ ഇതുവരെ ബോധം വീണിട്ടില്ല. അവന് ബോധം തിരികെ കിട്ടുമായിരുന്നെങ്കിൽ അവന് ഉറപ്പായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്തേനെ. ഉടനെ അവൻ പറയും, നിങ്ങൾ എല്ലാവരും വളരെ വീക്കാണ്, ഗവൺമെന്റ് എനിക്ക് തന്ന ഓർഡർ നിങ്ങളെ കൊന്നു കളയാനാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പൊ കൊല്ലാനായിട്ട് പോകുന്നില്ല, പകരം മറ്റൊരു ഓഫർ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് കൈനീട്ടി എയർ കംപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനുശേഷം അതൊരു ലൈറ്റ്നിങ് പവറാക്കി മാറ്റി അതിനങ്ങനെ കുറച്ച് നല്ല രീതിയിൽ കംപ്രസ് ചെയ്ത് ഇപ്പൊ ചെറിയൊരു ബോളാക്കി മാറ്റും. ആക്ച്വലി അതിനിപ്പോ ഒരു ആറ്റോമിക് ബോംബിന്റെ അത്രയും പവറുണ്ട്. അവനത് കംപ്രസ് ചെയ്ത് ഇപ്പൊ അവന്റെ കൈക്കുള്ളിലേക്ക് കൊണ്ടുവരും. സാഞ്ചിയും സോറോയും അവരത്ഭുതത്തോടു കൂടെ അത് നോക്കിയിരിക്കുകയാണ്. അവൻ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങൾ ആരെയും ഞാൻ കൊല്ലാൻ പോകുന്നില്ല, എല്ലാവരെയും ഞാൻ സ്വതന്ത്രരാക്കുകയാണ്. അത് കേട്ട പൈററ്റ്സ് അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും അടുത്തൊരു വമ്പ ട്വിസ്റ്റ് അവൻ അവർക്ക് മുൻപിൽ വെക്കുക. നിങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ജീവന് പകരമായി ലൂഫിയുടെ തല അതെനിക്ക് വെട്ടി എന്റെ കയ്യിൽ തരണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളെ എല്ലാവരെയും വെറുതെ വിടാൻ കഴിയൂ. കാരണം നിങ്ങളെ മുഴുവനെയും കൊന്നു കളയണമെന്നാണ് എനിക്ക് കിട്ടിയ ഓർഡർ. സോ അതിൽ മെയിൻ ആളെയെങ്കിലും കൊന്ന് അത് അവരുടെ മുമ്പിൽ തെളിയിച്ചാൽ മാത്രമേ എനിക്കും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അത് കേട്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരും ആ പൈററ്റ്സും അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയും, ഒരിക്കലുമില്ല, ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല, ഞങ്ങൾ ഒരു കാരണവശാലും ലൂഫിയെ വിട്ടു കൊടുക്കില്ല. അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത വലിയ ബോംബ് അത് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് വലിച്ചെറിയും. അത് പൊട്ടിത്തെറിച്ച് ആ ത്രില്ലർ പാർക്ക് അത് തന്നെ തകർന്ന് തരിപ്പണാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.